ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാമാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ജുറാസിക് വേൾഡ് റീബർത്ത് കണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സൽ പിക്ചർ തന്നെയാണ് ഇത് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നതും. അപ്പോൾ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജുറാസിക് പാർക്ക് കണ്ടിട്ടില്ലേ? ആ സെയിം സാധനം തന്നെ വേറെ കുറേ മൈന്യൂട്ടായിട്ടുള്ള വേറെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റി കൊണ്ടുവന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ പടം കൊള്ളത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാണാം, അപ്പം നമുക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ടീറക്സിനെ കാട്ടി മേളിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഡീറക്സ്. പക്ഷെ അന്നും ഇന്നും എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ പറയുന്നത് എനിക്ക് ടീറക്സ് തന്നെയാണ് അന്നും നമുക്ക് ഇച്ചിരി ഹൈപ്പായിട്ടുള്ളത്. കാരണം ജുറാസിക് പാർക്ക്, പിന്നെ ജുറാസിക് പാർക്ക് തേർഡ്, പിന്നെ ഇത് ലാസ്റ്റ് വേൾഡ്, ഇത്രയും സാധനം കണ്ടതിൽ ഈ മൂന്നും അല്ലെങ്കിൽ ഈ മൂന്നെണ്ണത്തിന് തട്ടെന്ന് പറയുന്നത് മേളിൽ തന്നെയാണ് ജുറാസിക് വേൾഡിൻ്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ. കാരണം എനിക്ക് പിന്നെ ജുറാസിക് വേൾഡിലേക്ക് വരുമ്പോൾ ജുറാസിക് വേൾഡ് ഫസ്റ്റ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫോളൻ കിങ്ഡം കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ കൂടെ തന്നെ എനിക്ക് എന്തുവാ പറയുന്ന ജുറാസിക് പാർക്കാണ് ഒന്നും കൂടെ. കാരണം ടീറക്സ് വരുന്നതും കടിച്ച് കീറുന്നതും ഇട്ട് ഓടിക്കുന്നതും, കാരണം അതിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടപ്പം നമുക്ക് തന്നെ ഭയങ്കര ഇത് കണക്കൊരു സാധനം ഉണ്ടാ, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാ എന്നൊക്കെ നമ്മൾ തന്നെ ഫീൽ ചെയ്ത് ഇരുന്ന് കണ്ടൊരു സമയം ഉണ്ടായിരുന്നു ജുറാസിക് പാർക്ക് അന്ന്. പക്ഷേ ഇന്ന് വരുമ്പം ഇവരത് തന്നെ ഇട്ട് ഡൈനാസേഴ്സ് ഇട്ട് ഓടിക്കുന്നു, ഇവർ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നു. അത് തന്നെ സംഭവം. ഇത് വേറൊരു രീതിയിൽ എടുത്തിരിക്കുന്നു, ഇത് വേറൊരു ഐലൻഡ്, അങ്ങനെയൊക്കെയാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ തുടങ്ങുന്നത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പം കണ്ട ഒരു ഒരു അതിനെ ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട് സ്ഥലം. അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നു. അതുപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ അത് കാണിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുതിയ കാലഘട്ടം കാണിക്കുന്നു. പിന്നെ അവരങ്ങോട്ട് ഇതിൻ്റെ മരുന്ന് തേടി പോകുന്നു. മരുന്നല്ല, ഇതിൽ നിന്ന് എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ച് ഒരു മരുന്നിന് വേണ്ടിയിട്ടുള്ള സംഭവം പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത്. പക്ഷെ കൊള്ളാം നമുക്ക്. പക്ഷെ എനിക്ക് വേറെ 3D എനിക്ക് ഒരുപാട് അങ്ങ് സൂചിച്ചിട്ടില്ല, സീരിയസ്ലി പറയാം. 3D എനിക്ക് അങ്ങോട്ടധികം വർക്കായിട്ടില്ല. ബാക്കി വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്കിപ്പോൾ പിള്ളേരൊക്കെ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു മൂവി തന്നെയാണ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പം അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.